കീഴാറ്റൂർ കോടേശ്വരം ക്ഷേത്രത്തിന് സമീപം ജനവാസ മേഖലയിൽ കവർച്ചാശ്രമം. പി വി വിനോദ് കുമാറിന്റെ വീട്ടിൽ മോഷണത്തിന് ശ്രമിച്ച കൊല്ലം സ്വദേശി എസ് ശിവനെ നാട്ടുകാർ പിടികൂടി തളിപ്പറമ്പ് പോലീസിന് കൈമാറി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നടന്നത്. വിനോദ് കുമാറിന്റെ വീടിന്റെ പിൻഭാഗത്തുനിന്ന് അസ്വാഭാവികമായ ശബ്ദം കേട്ടതിനെ തുടർന്ന് അയൽവാസികളും നാട്ടുകാരും പരിശോധിച്ചപ്പോൾ വീടിന്റെ പിൻവാതിൽ ഇന്റർലോക്ക് കട്ട ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന ശിവനെയാണ് നാട്ടുകാർ കണ്ടെത്തിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. വീട് കുത്തി തുറക്കുന്ന ഒരു ഒച്ച അയൽവാസിയായ നാരായണൻ എന്ന് പറഞ്ഞാൽ കേട്ടതിൻ്റെ ഭാഗമായി അവരുടെ ചാടി വന്ന് നോക്കുമ്പോഴേക്ക് ഒരാൾ വീട് കുത്തി തുറക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ പൂട്ടിയിട്ട വീടുകളിലെ ഇതുപോലെയുള്ള കള്ളന്മാരുടെ പ്രവേശനം കുറേ ദിവസങ്ങളായി നമ്മുടെ തളിപ്പറമ്പിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടൂർ പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വീട് കുത്തിപ്പൊളിച്ച് പലതും മോഷ്ടിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കൂവേരിയിൽ ഈ അടുത്ത ദിവസം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തളിപ്പറമ്പിൻ്റെ പല ഭാഗത്തും കള്ളന്മാരുടെ രൂക്ഷത വലുതാണ്. അപ്പോൾ അത് അടിയന്തരമായി ഇത്തരം കള്ളന്മാരുടെ ഹീനമായ പ്രവർത്തനത്തെ കണ്ടുപിടിക്കാനും അവരെ കുറ്റവാളികളുടെ ലിസ്റ്റിൽപ്പെടുത്തി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ കുറച്ചു കാലമായി തളിപ്പറമ്പ് പരിസര പ്രദേശങ്ങളിൽ കവർച്ചാശല്യം രൂക്ഷമാണ്. പട്ടുവം, കൂവേരി തുടങ്ങിയ മേഖലകളിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടന്നിരുന്നു. നിരവധി ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളും വാതിലുകളും തകർത്ത് പണം കവർന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കസ്റ്റഡിയിലുള്ള ശിവന് മാനസികാസ്വാസ്ഥ്യമുള്ളതായി സംശയമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.